ആഗ്രഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയിലടാ. ഒന്നുകിൽ സൗന്ദര്യം വേണം, അല്ലെങ്കിൽ സമ്പാദ്യം വേണം. ദൈവം സഹായിച്ചത് രണ്ടും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ആകെ ഉള്ളതേ നല്ല ചീത്തപ്പേരാണ്. ആ പേരും കൊണ്ട് ഇപ്പൊ പോയിട്ട് ഒരു കാര്യമില്ല. ഒരു പോസിറ്റീവ് കാര്യത്തിന് പോകുമ്പോ നെഗറ്റീവ് പറയല്ലിയാ. ഞാൻ പറഞ്ഞത് റിയാലിറ്റിയാ, കേട്ടിട്ടില്ലേ? റിയാലിറ്റി, യാഥാർത്ഥ്യം. നീ എന്റെ താളമ്പള്ളിലും കേട്ട് അതിങ്ങ് വന്നാടാ. അവളുമാരെ ഓരോ വഴിക്ക് പോകും. രണ്ടാളും ഒറ്റയ്ക്ക് പോണ്ട. നീയൊക്കെ ഇടിയും കൊണ്ട് കിടക്കുമ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആള് വേണ്ട. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ 3 പേരായിട്ട് ഇറങ്ങിയാൽ നീ ഒരു വെള്ളം മേടിച്ചടാ. വെള്ളം ബാക്കി ആവശ്യം ഞാൻ മഞ്ജു വാങ്ങും. അത് മേടിച്ചു. ആ ഓക്കേ. അപ്പൊ മഞ്ജ് പോയി പോയി. താങ്ക്സ് അളിയാ. ബാക്കി കാശ് സിപ്പായി ചപ്പിക്കോ. എടാ നിർത്തടാ. കണ്ടേ ഞാൻ ഈ കണ്ണിലൊരു ലവ് ബോംബേ, കണ്ടേ ഞാൻ ആ തെന്നി വന്ന തെന്നൽ തൊട്ട പോലെ. അതെ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെ അതെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറാവൂ. താല്പര്യമില്ല എങ്കിൽ ഞങ്ങൾ തന്നെ മാറാം. ഒന്ന് മാറാം. സെറ്റ്. അതായത് കല്യാണം കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അപ്പൻ വീട്ടുപണി ചെയ്യുന്ന അപ്പനെ കണ്ട് സങ്കടം തോന്നി കല്യാണത്തിന് നിർബന്ധിക്കുന്ന ബ്ലഡി ഗ്രാമവാസി. എന്നെ കല്യാണം കഴിക്കുക പറഞ്ഞ് പുറകെ കിടന്ന് മത്സരിക്കുന്ന ഈ നാട്ടിലെ മറ്റു സുന്ദരിമാർ. ഞങ്ങളുടെ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ഞങ്ങളുടെ പുറകെ നടക്കുന്ന ഈ നാട്ടിലെ ചേച്ചിമാർ, ഐ മീൻ ആന്റീസ്. പിന്നെ അകത്തും പുറത്തുമായി ഫാൻസുകാർ വേറെ. സ്വാഭാവികം. പക്ഷെ ഇവർക്കാർക്കും ഞങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ മനസ്സ് അപ്പോഴും ഇപ്പോഴും നിങ്ങളുടെ പിന്നാലെയാണ്. സഹോദരരെ, ബ്രദേഴ്സ്, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുവിൻ. ഇനി കർത്താവായ യേശുവിന്റെ രാജ്യമാണ് വരാൻ പോകുന്നത്. അവൻ നിങ്ങളെ കൈവിടുകയില്ല. നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് എന്തൊക്കെ പറഞ്ഞാലും സെവാൻ ഒരു വിശ്വാസി തന്നെ അല്ലയോ? പള്ളിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 10 പേരുണ്ടെങ്കിൽ നമ്മുടെ പള്ളി എന്നേ രക്ഷപ്പെട്ടേനെ. പള്ളി രക്ഷപ്പെട്ടുകൊണ്ട് നിന്റെയൊക്കെ കുടുംബത്തിൽ വല്ല ഗുണമുണ്ടോ മണ്ടന്മാരെ എന്നാണ് പാശാൻ പറഞ്ഞത്. ദൈവമില്ല ഉണ്ടെങ്കിൽ ആശാനിക്ക് ഇത് വരുത്തോന്ന് ഇപ്പൊ പറഞ്ഞത്. അത് നീ പറഞ്ഞ കറക്റ്റാ. ദൈവം ഉണ്ടെങ്കിൽ അവനെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കോ? മനസ്സിലായില്ലേ? ആവതുള്ള സമയത്ത് പണിയെടുത്ത് 10 പൈസ ഉണ്ടാക്കാൻ പാശാൻ പറഞ്ഞത്. ഈ പറയുന്ന കേട്ട് കർത്താവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ ഈ ഊളച്ചായത്ത് തന്നെ മൂത്തൊഴിക്കും. ഇതൊരു തുടക്കം മാത്രം. കർത്താവിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ആശാനെ, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിക്കുന്നുണ്ട് അച്ഛാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. കാലത്ത് തുടങ്ങിയ യാത്രയില്ലയോ? 2 ദിവസം കൊണ്ട് ഇടവകയിലെ എല്ലാ വീട്ടിലും ചെന്നെത്തണം. എല്ലാവരും മുടങ്ങാതെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിക്കുന്നത് വരെ ഒരു സമാധാനമില്ല. എല്ലാം ശരിയാവും. എന്റെ എല്ലാമായ ആശാനെ, ഈ അവസ്ഥയിലും നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആശാനെ, എങ്ങനെയുണ്ട്? നിനക്ക് സുഖാണോടാ? സുഖാണ്. നമ്മുടെ പഴയ പെരുന്നാൾ കാലമൊക്കെ ഓർക്കണണ്ടാ? ഇത് മേടിക്കാശാനെ. അല്ല, ഞാനല്ലേ തരുന്ന ആശാനെ. എന്തായി പറയുന്നേ? സവാനെ, ഇറങ്ങണ്ട. വരുവാച്ച. അച്ഛാ, വല്ലതും കഴിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട അനിയമ്മേ. ബെസ്റ്റ്. എന്റെ പെമ്പറന്നോത്തി അച്ഛന്റെ മേടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഫുഡ് പിന്നെ ആര് കഴിക്കും? ഇങ്ങട് ആശാൻ കിടക്കണ കിടപ്പ് വേണ്ട. ആയ കാലത്ത് തന്നെ ഊത്തായിരുന്നു. ഗോൺസാൽവസ് അല്ല, ക്ലാരനറ്റ്. നമ്മളെ കൊണ്ടാവുന്ന പോലെ അവരെ സഹായിക്കണം. ആശാൻ വീണ് പോയത് കൊണ്ടാ. അല്ലേ എങ്ങനെ ജീവിക്കേണ്ട പിള്ളേരാ. ഒരു കണക്കിന് ആശാൻ ഭാഗ്യവാനാ. പണിക്കൊന്നും പോകണ്ടല്ലോ.
ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതൊക്കെ അറിയാവോ? അച്ചോ സേബാനോസിന്റെ കൂടെ ഉറക്കത്തിൽ കിട്ടുപിടിച്ചേർക്കുള്ളൂ അല്ലടാ. മക്കളെ നമുക്കിവരെ പള്ളിമേടയിൽ ഒന്ന് ഇറക്കിയിട്ട് പോവാം. നിങ്ങൾ എവിടെ പോയിട്ട് വരുവാടാ? എടാ മക്കളെ, ഓട്ടോ ഒക്കെ ഉണ്ടോടാ? കുറവാച്ചോ? എങ്ങനെ കുറയാതിരിക്കും? ദൈവഭയം വേണം. നീയൊക്കെ രാംദാസിന്റെ മക്കളെ പുറകെ കിടക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതിനുമാർക്ക് കർത്താവിന്റെ മുഖം ഓർമ്മ വേണ്ടേ? എല്ലാ സഭാനെ ഉപദേശം തുടങ്ങി. മക്കളെ, നിങ്ങളെ ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേര് കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് നല്ല അന്തസ്സായിട്ട് ജീവിക്കും. എടാ നീയൊക്കെ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങളുടെ അമ്മച്ചി മരിച്ച ശേഷം വേറെ കല്യാണവും കഴിക്കാതെ മക്കളെ ശരണമെന്നും പറഞ്ഞ് നിന്നെയൊക്കെ പൊന്നുപോലെ വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച നിങ്ങളുടെ ഈ അപ്പനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഈ പ്രായത്തിലും അങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ കടവ് വാങ്ങിച്ച് നിനക്കൊക്കെ ജീപ്പിന് ജീപ്പ്, സ്കൂട്ടറിന് സ്കൂട്ടർ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നില്ലയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കുറിച്ചൊന്ന് ആലോചിക്കാറുണ്ടോ? ആലോചിക്കാറില്ല. ഈടാ ഈ 10-65 വയസ്സായിട്ടും നിനക്കൊക്കെ വെച്ചും വിളമ്പി തന്ന് നിന്റെയൊക്കെ തുണി കോണനും നനച്ച് അങ്ങനെ നശിച്ചൊരു പരുവായിരിക്കുക. 2 മക്കളുമാര് വന്നിരിക്കുന്നു. അവര് പിള്ളേരല്ലേ? എന്തിനാ യോമാരെ പറയുന്നത്? ഇയാളെ പറഞ്ഞാ പോരെ? വളർത്തു ദോഷം. ഇതാണ് ഞാൻ പറയണത്. മക്കളെ വളർത്തണമെങ്കിൽ തന്തയും തള്ളയും കൂടി ഒരുമിച്ച് വളർത്തണം, അല്ലെങ്കിൽ ഇവന്മാരെ പോലെ അല്ലേ സഭാനെ? എന്താ സ്റ്റോപ്പ് എത്തി. ഗുഡ് നൈറ്റ്. ശരി മക്കളെ, ഗുഡ് നൈറ്റ്. അവരത്രയൊക്കെ പറഞ്ഞിട്ടും അപ്പനെന്താ അപ്പൊ ഒന്നും മിണ്ടാത്തത്? ഞങ്ങള് അത്രയ്ക്ക് മോശപ്പെട്ടവരാണ് അപ്പ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മക്കളെ എനിക്കറിഞ്ഞുകൂടെ? ഈ ലോകം മുഴുവനും നിങ്ങളെ തള്ളി പറഞ്ഞാലും നിങ്ങളുടെ അപ്പൻ നിങ്ങളെ ഒരിക്കലും തള്ളി പറയില്ല. എന്റെ മൊത്തല്ലേ നിങ്ങള്? എന്റെ മേരി നിങ്ങളെ രണ്ടുപേരെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയപ്പോൾ എന്നോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. എന്റെ മക്കളെ പൊന്നുപോലെ നോക്കിക്കോണേന്ന്. സത്യം പറയടാ, നിങ്ങളെ രണ്ടുപേരെയും ഈ അപ്പൻ പൊന്നുപോലെ അല്ലേടാ നോക്കുന്നേ? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞ അപ്പ നോക്കി, ഞങ്ങൾ ഇനി മുതൽ രണ്ടുപേരും പള്ളിയിലേക്ക് വന്നോളാം. ഉറപ്പ്. നല്ല കാര്യം. പക്ഷേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. ജീവിതം ഒന്നേ ഉള്ളടാ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആസ്വദിച്ച് ജീവിക്കടാ. നിങ്ങളുടെ അപ്പനില്ലാത്ത വിഷമം ഇവിടെ ആർക്കും വേണ്ടടാ. പോയി പണി നോക്കാൻ പറയടാ ഓരോരുത്തരോട്. അതാണ് ഞങ്ങളുടെ അപ്പൻ. അത്രേ ഉള്ളൂ. സാധനം ഇരിപ്പുണ്ടോ? പിന്നെ ഇല്ലാണ്ടാ. എടുക്കടോ. എടാ മക്കളെ, ഇതൊക്കെ കാണാൻ എന്റെ മേരി ഇല്ലാതെ പോയല്ലോടാ. ഓർണോട് ഒഴിയടാ. എന്നാലും എന്റെ മേരി ആകാശത്ത് നക്ഷത്രമായി നിന്ന് ഇതെല്ലാം കണ്ട്
സന്തോഷിക്കുന്നുണ്ടാവാം. ദേ നോക്കി കർത്താവേ, ഇത് കുറെ ഉണ്ടല്ലോ. എടി മേരി, മേരിയേ, ഇതിലേതാടി നീ? ഓ, മുകളിലത്തെ സ്റ്റാർ ഇല്ലെങ്കിൽ എന്താ, എന്റെ ഇടവും വലവും നിക്കുകയല്ലേ 2 സ്റ്റാറുകൾ. ഞങ്ങൾ സ്റ്റാർ ആണെങ്കിലേ അപ്പൻ സൂപ്പർ സ്റ്റാറാ. ഓ, എനിക്കതങ്ങ് സുഖിച്ചു. ഒഴിയട പറഞ്ഞൂടെ?